ഇന്നിപ്പോൾ കേരളത്തിലുള്ള പ്രോഗ്രസീവായിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും ഇല്ലാതാകാൻ വേണ്ടി പോവുകയാണ്. പാഠപുസ്തകവും അതുപോലെ തന്നെ പാഠപുസ്തകത്തിന്റെ കണ്ടന്റും അതെല്ലാം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരാവകാശങ്ങൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസത്തിനുള്ള അധികാരങ്ങൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. എന്തോ അല്ല, അതിൽ നിയമപരമായി തടസ്സമില്ലെന്ന് പറയുകയാണ്. ഏതാ നമ്മളെ നടപ്പിലാക്കാൻ വേണ്ടി അല്ലല്ലോ ഒപ്പിച്ചു ഒപ്പിട്ട SSK ഫണ്ട് വാങ്ങാൻ. അത് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അതാ ക്യാപ്റ്റൻ അബേൻസ് എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അതെ, മരവിപ്പിക്കുന്നുണ്ട്. അല്ല, അത് പഠിക്കാൻ വേണ്ടി ഒരു സമിതി കൂടെ രൂപീകരിച്ചല്ലോ. അതിനു മുമ്പ് ഇലക്ഷന് ഗവൺമെന്റ് വന്നില്ലേ, പുതിയ ഗവൺമെന്റ് വന്നില്ലേ? അതൊക്കെ പഠിക്കാൻ വേണ്ടി ഇപ്പൊ പത്രക്കാർ പറയുന്ന ഡേറ്റിന് പഠിച്ചു തീരാൻ വേണ്ടി പറ്റുമോ? അല്ല, അതിപ്പോ നിങ്ങൾ പറയുന്ന അനുസരിച്ച് കൂടാൻ പറ്റുമോ? ഞങ്ങളുടെ സൗകര്യം കൂടെ നോക്കിയാലേ കൂടാൻ പറ്റുള്ളൂ. ഏതാ? അല്ല, അന്ന് ചെയ്യാൻ പറ്റിയില്ല. ചെയ്യാൻ പറ്റാത്തോണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പറയേണ്ട അഭിപ്രായം പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞല്ലോ, MOU നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ MOU ഒപ്പിട്ട ശേഷം പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങളാൽ ആ MOU നിന്ന് പിന്മാറേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പഠിക്കുന്നതിന് വേണ്ടി കമ്മിറ്റിയെ വെച്ച്, അതെല്ലാം ഞങ്ങളുടെ LDFന്റെ അകത്തുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസാണ്. അതെല്ലാം ഞങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അത് വീണ്ടും ചോദിച്ചു. അത് കൂടാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെട്ടിട്ടില്ല, അത്ര തന്നെ. അതിൻ്റെതായ നിങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അത് നിങ്ങൾ തീരുമാനിച്ചുണ്ടാകും. അല്ലാതെ പരിശോധിക്കേണ്ട കാര്യമില്ല. അന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴും പരിശോധിക്കേണ്ടി വന്നതെന്താ? നിയമപരമായി ഇത് പിൻവലിക്കാൻ കഴിയുമോ ഇല്ല എന്നുള്ള സംശയം മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. നിയമപരമായി പിൻവലിക്കുന്നതിന് വേണ്ടി ഒരു തടസ്സവുമില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ആ കത്തിന്റെ കാര്യമൊക്കെ ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യമുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? കത്തിന്റെ കാര്യമൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു സുഹൃത്തെ? എത്രയോ പ്രാവശ്യം പറഞ്ഞു കത്തിന്റെ കാര്യം. കത്ത് കൊടുത്തു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അത് നിങ്ങളുടെ അഭിപ്രായമാണ്. എനിക്ക് ആ അഭിപ്രായം ഇല്ല. അല്ല, അത് കമ്മിറ്റി വച്ചേക്കല്ലേ പഠിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ടില്ലേ പൂർണ്ണമായി പിന്മാറാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുന്നോട്ടെ. അത് നിങ്ങളുടെ അഭിപ്രായം. ഞങ്ങളുടെ കമ്മിറ്റി വെച്ചു, പഠിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ക്യാപ്റ്റൻ അബേൻസ് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. പഠിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ എന്ത് തീരുമാനിക്കും? അതിന് മുമ്പേ ഇലക്ഷനായി ഗവൺമെന്റായി അങ്ങ് പോയി. അല്ല, ഇനി വീണ്ടും പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, അതൊക്കെ മാധ്യമ പ്രവർത്തകർക്ക് ഇതിനെപ്പറ്റി ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാവും. അതിനനുസരിച്ച് ഞാൻ മറുപടി പറയണമെന്നില്ലല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, കമ്മിറ്റി കൂടാൻ പറ്റിയിട്ടില്ല. ഇനി കമ്മിറ്റി കൂടാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെന്ത് വേണം? അതിന് നിങ്ങളോട് പറയാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ട് പറ്റിയിട്ടില്ല. വേറെ എന്തെങ്കിലും ഉണ്ടായി? പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായി? അതൊക്കെ ഇന്നലെ പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നലെ എനിക്കറിയില്ല BJPക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന്. നിങ്ങളോട് ചിലപ്പോൾ വ്യക്തിപരമായി പറഞ്ഞ കാര്യമായിരിക്കും.
രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് BJP അങ്ങനെയല്ലേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഇപ്പോൾ പിന്നെ കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയുടെ മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഭൂരിപക്ഷം പോകുമല്ലോ. എന്ന് മാത്രമല്ല, ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത 20 പേരും അതിനെ സംബന്ധിച്ചിടത്തോളം തർക്കം നിൽക്കുകയാണല്ലോ. ആ 20 പേരുടെയും മെമ്പർഷിപ്പ് പോയി കഴിഞ്ഞാൽ ഭരണം നഷ്ടപ്പെടുമല്ലോ, സ്വാഭാവികമായിട്ട് നഷ്ടപ്പെടുമല്ലോ. അതാണ് അവരെ അലട്ടുന്ന പ്രശ്നം എന്ന് പറഞ്ഞത്.